നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൗ ടു പ്രിപ്പയർ എ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ ഓർ CV. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. +2 ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട, പഠിച്ചു പോകേണ്ട 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണിത്. ഇതുപോലെ തന്നെ വരും. ഇങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടെ കൊടുക്കേണ്ടത്. ജോബ് ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റും അതുപോലെ തന്നെ റെസ്യൂമെ അഥവാ CV-യുടെ മറ്റൊരു ഫോർമാറ്റും. ഈ രണ്ടും കൂടെ 8 മാർക്കാണ്. 4 മാർക്കിനാണ് സാധാരണ ഈ ചോദ്യം വരുന്നത്. ഇത് +2 തുല്യതാ പരീക്ഷ എഴുതുന്ന പഠിതാക്കൾക്കും നിലവിൽ +2വിലേക്ക് ഹയർ സ്റ്റഡിക്ക് വേണ്ടി എത്തുന്ന റെഗുലർ സ്റ്റുഡൻസിനും അവരുടെ ഇനി വരുന്ന മാർച്ചിലെ എക്സാമിന് ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടും വീഡിയോ കാണാൻ താല്പര്യം കാണിക്കുക. ഏതൊരു ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ തയ്യാറാക്കുമ്പോഴും നമ്മൾ ആദ്യം നമുക്കൊരു കോമൺ എക്സ്പ്രഷൻസ് ഉണ്ടാകും. ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. ഇത് ഗ്രാമർ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അതേപടി നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ഏത് തരം ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെസ്യൂമെ തയ്യാറാക്കുമ്പോഴും നമുക്ക് ഇവിടെ ഈ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിലും ഒരേപോലെ അങ്ങോട്ട് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 10 കോമൺ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുക. ഐ സോ ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ, അതാണ് ഒന്നാമത്തേത്. ഐ സോ ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. രണ്ടാമത്തേത് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. I would like to apply for the post. മൂന്നാമത്തേത് now I have been working as a. അത് എന്താണെന്നുള്ളത് നമ്മളവിടെ എഴുതി ചേർക്കുക. അതായത് ഞാനിപ്പോൾ എന്തായിട്ടാണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യുന്നു. now I have been working as a. ഓക്കെ. മറ്റൊന്ന് I am a post graduate. I am a post graduate. മറ്റൊന്ന് I have also qualified all required eligibility test. I have also qualified all required eligibility test. മറ്റൊന്ന് I have ample experience in this field. I have ample experience in this field. മറ്റൊന്ന് if you select me, I will work hard for the growth of your institution. If you select me, I will work hard for the growth of your institution. മറ്റൊന്ന് I have attached my resume with it. I have attached my resume with it. മറ്റൊന്ന് I look forward to meeting you soon to discuss further matters. I look forward to meeting you soon to discuss further matters. Yours truly. Yours truly. ഇങ്ങനെ ഒരു 10 കോമൺ എക്സ്പ്രഷൻസ് പഠിച്ചു വെച്ചാൽ ഇത് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ചില്ലറ മാർക്ക് കിട്ടാവുന്നതാണ്. ഇത് മാത്രമായിട്ട് കണക്കാക്കണ്ട. ഇനി നമ്മൾ അതിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻസ് പഠിച്ചു വെച്ചിട്ട് ഇതിനെ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മാറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ എന്നോ അല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ ആയിരിക്കാം. അതായത് ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ അപ്ലിക്കേഷൻ അയക്കാനാണ് പറയുക. അപ്പോൾ നിങ്ങളോട് അപ്ലിക്കേഷൻ അയക്കാൻ പറയുമ്പോൾ അത് ഈ ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ ടൈപ്പിലോ അതല്ലെങ്കിൽ മെയിലായിട്ടോ ആണ് അയക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ മെയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ അതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി ലെറ്റർ സ്റ്റൈലിലാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യാം. മെയിലായിട്ടാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഇമെയിൽ തയ്യാറാക്കുന്നത് എങ്ങനെ എന്നുള്ളത് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് എടുത്ത് കാണണം. ഓക്കെ. എന്നിട്ട് അത് എഴുതിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ഭാഗത്ത് റെസ്യൂമെ കൊടുക്കുന്നത്. റെസ്യൂമെ എന്ന് പറയുന്നതും CV എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കൊരു ചോദ്യം, എക്സാമ്പിൾ, you happened to see an advertisement in the Hindu seeking qualified hands for the post of lecturer in English in the private college. Prepare a covering letter and your resume. ഉണ്ടോ? അപ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞത്? പ്രിപ്പയർ എ കവറിംഗ് ലെറ്റർ. കവറിംഗ് ലെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതേ സ്റ്റൈലിലാണ് എഴുതേണ്ടത്. ഇനി അതല്ല, പ്രിപ്പയർ എ
ഇമെയിൽ ആൻഡ് യുവർ റെസ്യൂം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇമെയിൽ, ഈ കവറിംഗ് ലെറ്ററിന് പകരം ഇമെയിൽ കൊണ്ടുവരിക. ഓക്കെ, ഇമെയിൽ ആണെങ്കിലും കവറിംഗ് ലെറ്റർ ആണെങ്കിലും നമ്മളിവിടെ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ ഒരു ഫ്രം അഡ്രസ്സ് അതെന്തോ ആയിക്കോട്ടെ, ഞാനിവിടെ കൊടുക്കുന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, സ്വന്തം അഡ്രസ്സ് എഴുതാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ടു അഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ താഴെ ഒരു ഡേറ്റ് എന്തും ആവാം. ഓക്കെ, അതുപോലെ ടു അഡ്രസ്സ് താഴേക്ക് വരുമ്പോൾ മറ്റൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ആർക്കാണ് അല്ലെങ്കിൽ എന്തിലാണ് എന്നുള്ളത് പ്രത്യേകം പറയും ചോദ്യത്തിൽ. ഇവിടെ ഒരു പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് പ്രൈവറ്റ് കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറർക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ ഏതെങ്കിലും അവിടുത്തെ ഒരു പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ, പിന്നെ കോളേജ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് ഇതേപോലെ ഒരു ജോബ് അപ്ലിക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് തരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അഡ്രസ്സ് മാറ്റുക. പിന്നെ അവിടെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഇവിടെ പറയുന്നത് എന്താണ്? പോസ്റ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് എന്നാണ്. മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, സെയിൽസ് മാനേജർ ആണ്, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് തരുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഈ പോസ്റ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റിയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആക്കണം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജർ, അങ്ങനെ മാറ്റണം. മനസ്സിലായോ? പിന്നെ നമ്മൾ അതിൻ്റെ ഈ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ബോഡി പാർട്ടിലാണ് നമ്മൾ നേരത്തെ കണ്ട കോമൺ എക്സ്പ്രഷൻസ് മുഴുവനായിട്ടും കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ മുഴുവൻ കോമൺ എക്സ്പ്രഷൻസും കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോയിന്റ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ് എന്നുള്ളത് ഇവിടെ ജോലിക്കനുസരിച്ച്, നമ്മുടെ ചോദ്യത്തിലുള്ള ജോലിക്കനുസരിച്ച് മാറ്റി കൊടുക്കണം. ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്ത ഈ ചോദ്യം പ്രകാരം ഞാൻ അതിൻ്റെ ഒരു ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിലെവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവറിംഗ് ലെറ്റർ, അപ്പോൾ ഇതിന് പകരം മെയിലാണെങ്കിൽ ഇമെയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റെസ്യൂമേ അഥവാ CV-യിലേക്ക് പോവുക. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റൈല് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രം ടു എന്നൊന്നും എഴുതാറില്ല ഇപ്പോൾ. നമ്മൾ ഫ്രമ്മിന് പകരം നമ്മളുടെ ആ അഡ്രസ്സ് അവിടെ എഴുതി വെക്കുക. അതുപോലെ അതിൻ്റെ താഴെ ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ടു ആരിലേക്കാണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡോറ ABC സ്ട്രീറ്റ് XY റോഡ് എറണാകുളം, അതാണ് ഫ്രം വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ മിസ്റ്റർ റൊണാൾഡോ മാനേജർ ABC കോളേജ് ഓഫ് ആർട്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതൊരു കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറർ പോസ്റ്റിലേക്കുള്ള ഒരു അപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം വരുത്താനുള്ളിടത്തൊക്കെ മാറ്റം വരുത്തുക. പിന്നെ ഡിയർ സർ, ഒരു മാറ്റം വരുത്താനില്ല, അതങ്ങനെ തന്നെയാണ്. ഇനി സബ് എന്ന് പറഞ്ഞത് സബ്ജക്റ്റ് ആണ്. അവിടെ സബ് എഴുതിയിട്ട് സെമികോളം കൊടുത്തു. എന്നിട്ട് അതിൻ്റെ നേരെ എഴുതി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ്. ഇത് ചോദ്യത്തിനനുസരിച്ചാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് നിങ്ങളും മാറ്റം വരുത്തണം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വരെ നിങ്ങൾക്ക് എഴുതാം. ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി അടുത്ത ലൈനിൽ എഴുതുക ഐ സോ ദ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. നമ്മളെ കോമൺ എക്സ്പ്രഷൻ ആണ്. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്, കോമൺ എക്സ്പ്രഷൻ ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ കഴിഞ്ഞിട്ട് ഇവിടെ ചോദ്യത്തിലുള്ളതാണ് എഴുതിയിട്ടുള്ളത് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് അറ്റ് ABC കോളേജ്. കണ്ടോ? അപ്പോൾ അതിനനുസരിച്ചുള്ള അവിടെ എവിടെയാണോ മാറ്റം വരുത്താനുള്ളത് ജസ്റ്റ് നോക്കി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്ത ഒരു പാരഗ്രാഫിൽ എഴുതുക ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഉണ്ടോ അവിടെ നമ്മൾ ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായാലും മതി. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? ഇംഗ്ലീഷാണ്. അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്തി. അപ്പോൾ നിങ്ങൾ മാനേജർക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ MBA, ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം നമുക്ക്. ഓക്കെ, ഐ ഹാവ് ക്വാളിഫൈഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആസ് വെൽ. ഐ ഹാവ് ആംബിൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ഓഫ് 8 years ഇൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. ഇതൊക്കെ നമ്മൾ ഈ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നമ്മൾ എഴുതി ചേർക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് താഴെ ഇഫ് യു സെലക്ട് മീ, അത് നമ്മൾ കോമൺ എക്സ്പ്രഷൻ ആണ്. ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂമേ വിത്ത് ഇറ്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു സൂൺ ടു ഡിസ്കസ് ഫർദർ മാറ്റേഴ്സ്. ഇതെല്ലാം കോമൺ എക്സ്പ്രഷൻ ആണ്.
ഓക്കെ, ഇതിലൊന്നും നമ്മൾ പുതുതായിട്ട് പുറത്തൊന്നും ചേർത്തിട്ടില്ല. താഴെ സിൻസിയർലി എന്നിട്ട് സൈന് കൊടുക്കുക ഡോറ. ഓക്കെ, ഡോറ എന്ന് പറയുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ്. അപ്പോൾ ഇത് മുഴുവനില്ല, ഇതിൽ മാറ്റം വരുത്താനുള്ളത് നിങ്ങൾ ഭംഗിയായിട്ട് മാറ്റം വരുത്തണം. ഓക്കെ, ഇനി നമ്മളതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? റെസ്യൂമേ കൊടുക്കുക. റെസ്യൂമേ കൊടുക്കുമ്പോൾ ഇതാണ് റെസ്യൂമയുടെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. റെസ്യൂമേ എന്ന് നിങ്ങൾ മേലെ ഒരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ താഴെ അതൊരു ലൈന് കൊടുത്തിട്ട് മൊത്തത്തിലൊരു ബോക്സ് ആണ്. ആ ബോക്സ് നമ്മൾ ലാസ്റ്റ് കൊടുത്താൽ മതി. ആ ബോക്സിനുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റെസ്യൂമേ എന്നുള്ളത് നമ്മൾ മുകളിൽ കൊടുത്തു. അത് ഏതെങ്കിലും ഒരു ലെഫ്റ്റിലോ റൈറ്റിലോ കൊടുക്കാം, അല്ലെങ്കിൽ സെൻട്രലായിട്ട് നമുക്കത് എഴുതാം, മാറ്റം വരുത്താം, കുഴപ്പമൊന്നുമില്ല. താഴെ നമ്മൾ നമ്മുടെ പേരെഴുതുന്നു. നമ്മളുടെ അപ്ലിക്കേഷൻ ഫോമിൽ എന്താണോ പേര് എഴുതിയത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊണ്ടുവരേണ്ടത്. പിന്നെ നമ്മുടെ ഒരു മെയിൽ ID, വെറുതെ ഒരു മെയിൽ ID കൊടുക്കുക, പേര് വെച്ചുള്ള ഒരു മെയിൽ ID. പിന്നെ ഒരു ഫോൺ നമ്പർ ഒന്നും നമ്മൾ ഒറിജിനൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഫേക്ക് കൊടുത്താൽ മതി. അതൊരു 10 അക്ക നമ്പർ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി. പിന്നെ അവിടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്ന് എഴുതിയിട്ട് ഒരു ബോക്സ്, ഒരു നമ്മുടെ ഫോട്ടോയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഒരു കോളം വരച്ച് വെച്ചാൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഭാഗം നമ്മളെ റെസ്യൂമേ എന്നുള്ളതിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പോൾ നമ്മുടെ പോസ്റ്റിനനുസരിച്ചുള്ള, നമ്മുടെ ഈ ജോലി എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ MA B.Ed നെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ കോളേജ് ലെക്ചറർ എന്നുള്ള രീതിയിലേക്കാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു മാനേജറോ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ MBA എന്നോ MCA എന്നോ അല്ലെങ്കിൽ BBA എന്നോ BCA എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. മനസ്സിലായല്ലോ? ദെൻ അതിൻ്റെ താഴെ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസ് ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. വർക്ക്ഡ് ഇൻ നാഷണൽ സർവീസ് സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ 2 consecutive years എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വർക്ക്ഡ് ഇൻ നാഷണൽ സർവീസ് സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ 2 consecutive years. അടുത്തൊരു ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുള്ളത് സെർവ്ഡ് ആസ് എ കോളേജ് യൂണിയൻ ചെയർമാൻ ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, സെർവ്ഡ് ആസ് എ കോളേജ് യൂണിയൻ ചെയർമാൻ ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ. മറ്റൊരു ആക്ടിവിറ്റീസ് കൊടുത്തുള്ളത് 1 essay ആൻഡ് ക്യൂസ് കോമ്പറ്റീഷൻ അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് നമ്മുടെ പഠന കാലയളവിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത്. ഇനി ഇതിൽ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ദെൻ മറ്റൊരു ഹെഡിങ് കൊടുക്കുന്നത് അച്ചീവ്മെന്റ്സ് ആണ്, നമ്മളുടെ നേട്ടങ്ങളാണ്, നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ ദ ബെസ്റ്റ് വളണ്ടിയർ അവാർഡ് ഡ്യൂറിങ് മൈ ടേം ഇൻ NSS. ഓക്കെ, വൺ ദ ബെസ്റ്റ് വളണ്ടിയർ അവാർഡ് ഡ്യൂറിങ് മൈ ടേം ഇൻ NSS. അതാണ് അച്ചീവ്മെന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കാൻ അറിയുമെങ്കിൽ അത് ചെയ്യാം. മറ്റൊന്ന് സ്കിൽസ് ആണ്. നമ്മുടെ സ്കില്ല്, നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത്, നമ്മുടെ കഴിവുകളാണ്. അതിലൊന്ന് കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ എക്സ്പെർട്ടൈസ് വിത്ത് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ എക്സ്പെർട്ടൈസ് വിത്ത് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. മറ്റൊരു സ്കില്ല് കൊടുത്തിരിക്കുന്നത് സ്കിൽഡ് ഇൻ MS Word, MS Excel ആൻഡ് പവർ പോയിന്റ്. സ്കിൽഡ് ഇൻ MS Word, MS Excel ആൻഡ് പവർ പോയിന്റ്. ഇനി അതിലപ്പുറം നിങ്ങൾക്ക് എന്താ സ്കില്ലുള്ളത് വെച്ചാൽ അത് എഴുതാം. മറ്റൊന്ന് ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. അത് നമുക്ക് സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് 3ഉം അറിയാമെന്നുള്ളതാണ്. ഇത് നമുക്ക് അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇത് റെസ്യൂമേൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അറിഞ്ഞിട്ടല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാവിയിൽ നമ്മൾ ഇതൊക്കെ അറിയണം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, ദെൻ മറ്റൊന്ന് ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇൻട്രസ്റ്റ് ട്രാവൽ, റീഡിങ്, ബാഡ്മിൻ്റൺ, നിങ്ങൾക്ക് വേറെ എന്താ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാം, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. സിംഗിങ് എഴുതാം, സ്വിമ്മിങ് എഴുതാം. ഓക്കെ, എന്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുന്നതാണ് എഴുതേണ്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് അറിയുന്നതാണ് ഇവിടെ ഇൻട്രസ്റ്റിൽ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡിക്ലറേഷൻ ആണ്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ above are true to the best of my knowledge and belief. I
by declare that the details given above are true to the best of my knowledge and belief. ഓക്കെ, അതാണ് ഡിക്ലറേഷൻ. എന്നിട്ട് അതിന് താഴെ നമ്മൾ സൈൻ കൊടുക്കുന്നു, നമ്മുടെ പേര് എഴുതുന്നു. ഇത്രയാണ് നമ്മുടെ പേര് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര് എഴുതണ്ട, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നമ്മുടെ റെസ്യൂമേ അഥവാ CV ആകും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കവറിംഗ് ലെറ്ററിൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്, ഇത് മാത്രമായിട്ട് എഴുതി വെക്കരുത്. അപ്പോൾ കവറിംഗ് ലെറ്ററിന് പകരം ചിലപ്പോൾ ലെറ്റർ അയക്കേണ്ടത് കവറിംഗ് ലെറ്ററോട് കൂടിയിട്ടായിരിക്കില്ല ചിലപ്പം ക്വസ്റ്റ്യൻ വരിക, മെയിൽ ചെയ്യാനായിരിക്കും. അപ്പോൾ അവരുടെ മെയിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ മെയിലിലേക്ക് നമ്മുടെ മെയിൽ അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനും നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, മെയിൽ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ചേർത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മെയിൽ മാത്രം നിങ്ങൾക്ക് പരീക്ഷ വയ്ക്കുകയാണെങ്കിൽ ഇമെയിൽ മാത്രം ചോദിക്കാൻ അത് എഴുതാൻ പഠിക്കാം. അതല്ല ജോബ് അപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ഓർ CV എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന് അങ്ങോട്ട് കലക്കി വിടാൻ പറ്റും. എന്തായാലും ഈ ചോദ്യം 100% ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് വളരെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കൂടി അത് ഉപകാരപ്പെട്ടോളും. എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അതുപോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കണം. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം എല്ലാവരിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ ഒരു വീഡിയോയിൽ കാണാം. കുറേ കാര്യങ്ങൾ ഇനി നമുക്കിതിലേക്ക് കൊണ്ടുവരാണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.